महाकाय सूर्यकोटि समप्रभ निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा। അതെ, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ കൽപ്പാത്തിയിലാണ്. കൽപ്പാത്തി രഥോത്സവം കാണാമെന്നുള്ളതാണ് നമ്മുടെ വരവിൻ്റെ മെയിൻ ഉദ്ദേശം. അതേപോലെ കൽപ്പാത്തി ഇതുവരെ നമ്മൾ വരാത്തൊരു സ്ഥലമാണ് കൽപ്പാത്തി. അത് പഠിക്കുന്ന കാലത്തെ കൽപ്പാത്തിയെക്കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പി കുഞ്ഞിരാമൻ നായരൊക്കെ കവിതകളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ കൽപ്പാത്തി കൽപ്പാത്തി എന്ന് കേൾക്കാറുണ്ട്. രഥോത്സവം എന്നും ഇതുവരെ കണ്ടിട്ടില്ല. രഥങ്ങൾ വരിച്ചു പോകുന്ന ചിത്രങ്ങൾ യൂട്യൂബിലൊക്കെ കാണുന്നതല്ല. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെടുന്ന കാര്യം, ഒരു വലിയ എന്താ പറയുക ഒരുപാട് പേര് താമസിക്കുന്ന ഒരുപാട് വീടുകളുള്ള ഒരു സ്ട്രീറ്റാണ്. നമ്മുടെ മിഠായിത്തെരുവ് പോലെയൊക്കെയുള്ള സ്ട്രീറ്റാണ് കൽപ്പാത്തി. കച്ചവട സ്ഥാപനങ്ങളാണ് ഇവിടെ മുഴുവൻ ആളുകൾ താമസിക്കുന്ന വീടുകൾ. എങ്ങനെയാണ് നമ്മളെ കട പോലെ തന്നെ അടുത്തടുത്ത് വീടുകൾ, എന്നാൽ വളരെ വൃത്തിയുള്ള വീടുകൾ, മുറ്റത്ത് കളമെഴുതിയിട്ടുണ്ട്, വളരെ വൃത്തിയും നല്ല സൗന്ദര്യമുള്ള തെരുവുകളാണ്. അപ്പം ഇവിടെ ഈ തെരുവിലൂടെയാണ് രഥം വലിച്ചു കൊണ്ടുപോകുക. 700 വർഷത്തെ മുമ്പുള്ളൊരു ചരിത്ര സംഭവം അല്ലെങ്കിൽ ഒരു ഉത്സവം അത് ഇന്നും ഇങ്ങനെ തുടരുകയാണ്. 5 രഥങ്ങൾ ഇവിടെ തയ്യാറായിരിക്കുന്നത് നമ്മൾ കാണാൻ കഴിയും. അത് ഈ എല്ലാവരും കൂടി വലിക്കുകയാണ് ചെയ്യുക. വലിയ കയർ, ആനയുടെ കമ്പവരിക്ക് വലിക്കുന്ന അതിനേക്കാൾ വലിയ കയറിൽ ആൾക്കാർ വലിക്കുക ചെയ്യുക. അതിങ്ങനെ പിന്നെ ശിവനും പാർവതിയാണല്ലോ അതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ ഈ തെരുവ് കാണാനും ഈ ജനസഞ്ചയത്തെ കാണാൻ വന്നതാണ്. വളരെ കാലത്തൊരു ആഗ്രഹമാണ് ഇത് നിറവേറിയിട്ട്. ആദ്യമായിട്ടാണ് ഇവിടെ ഈ രഥോത്സവം കാണാൻ മാത്രമല്ല ഈ കൽപ്പാത്തിയിലേക്ക് തന്നെ വരുന്നത് ആദ്യമായിട്ടാണ്. മറ്റ് സിനിമകളിലൊക്കെ കണ്ട് പരിചയം എന്നല്ലാതെ. അതാ ശരിയാണ്, സിനിമകളൊക്കെ. അപ്പോൾ ഏതായാലും നമുക്ക് ഈ ഓരോരോ കാഴ്ചകൾ അങ്ങനെ നടന്ന് കാണാം. വന്ന് കയറുമ്പോൾ തന്നെ 2 സൈഡിലായിട്ട് നിരവധി കച്ചവടങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ സൈഡിൽ അഗ്രഹാരങ്ങളുടെ ആ ഒരു ഫ്രണ്ട് വ്യൂ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. കുതിരാണല്ലേ, കുതിര കുറേ രൂപങ്ങളുണ്ട് ഇതിനകത്ത്. അടിഭാഗത്തേക്ക് വേറെ രൂപങ്ങൾ. ഒക്കെ കൈകൊണ്ട് കൊത്തി തന്നെയല്ലേ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഇതൊരു മരുത്, കരിമരുതാണ്. ഇതെന്താണ് മരം? തേക്ക്, കരിമരുത്, വേറൊരു മരോടും പറഞ്ഞിട്ട് വളരെ അതങ്ങനത്തെ. പിന്നെ മുളയും ഈ രഥത്തിൻ്റെ ടയറിൻ്റെ ഒക്കെ നാളെ റെഡിയായി നിർത്തിക്കുന്നതാണ്. ശരിക്കും ഇവിടെ ഈ കടകളൊക്കെ വന്നുകൊണ്ട് അഗ്രഹാരങ്ങൾ കറക്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പുറത്തുള്ള അതല്ല ഇന്ന് വലിച്ചോണ്ടിരിക്കുന്ന രഥം. അതോ അവിടെ അത് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇന്ന് വലിച്ചോണ്ടിരിക്കുന്ന രഥം അങ്ങേ അറ്റത്തുണ്ട്. അവിടേക്ക് ഒന്ന് പോയി നോക്കാം. सूर्यकोटि समप्रभ निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा। ओम गजाननं भूतगणाधिसेव्यं
തേര് നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. ലൈഫിൽ ഒരു തവണെങ്കിലും നിർബന്ധമായിട്ടും കാണേണ്ട ഒരു കാഴ്ചയാണ്. പ്രസാദത്തിന് വേണ്ടിയുള്ള ക്യൂ ആണെന്നാണ് തോന്നുന്നത്. എൻ്റെ അമ്മ അങ്ങ് അറ്റം വരെ അതിൻ്റെ ക്യൂ ഉണ്ട്. ഇപ്പുറത്തെ സൈഡാണെങ്കിൽ ഇതുണ്ട്. പാലക്കാട്ടെ അതെ കൽപ്പാത്തി ഗ്രാമത്തിലൂടെ ഒരു അഗ്രഹാരത്തിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ ഇരിക്കുകയാണ്. നല്ല വെയിലാണ് പുറത്ത്. അപ്പോൾ ഈ നമ്മളിപ്പോൾ കണ്ട തേര് അവിടെ നിൽക്കുന്നല്ലേ പറഞ്ഞവർ? എന്നിട്ട് വൈകുന്നേരം അത് അങ്ങേ അറ്റത്ത് പോയിട്ട് ബ്രാഹ്മണ എല്ലാ തേരുകളും വന്നിട്ട് അവിടെ സംഗമിക്കും. അതെ അതെ ബ്രാഹ്മണ ബിന്ദു എന്നവർ പറഞ്ഞു. നമ്മളാ കടന്ന് വന്ന വഴി. അപ്പോൾ ഇന്നും നാളെയും കൂടെ അല്ലേ? 10 ദിവസമാണ് ഉത്സവം ആകെ. അതെ, ഉത്സവം 10 ദിവസമാണ്. അതിൽ ഏറ്റവും അവസാനത്തെ 3 ദിവസങ്ങളാണ് പ്രധാനം. അതെ, അതിൽപ്പെട്ട രണ്ടാമത്തെ ദിവസമാണ് ഇപ്പോൾ ഇന്ന്. നാളെയാണ് സമാപനം. അതെ, നാളെ എന്ന് പറയുമ്പോൾ 16-ാം തീയതി അല്ലേ? 16 നവംബർ 16. ഈ തുലാം മാസത്തിൽ നവംബർ മാസത്തിലാണിത്. എല്ലാ കൊല്ലവും നവംബർ മാസത്തിലാണ് തുലാവർഷത്തോടെ. അതെ, തുലാവർഷത്തിൽ ഏറ്റവും അവസാനത്തെ 3 ദിവസങ്ങൾ അങ്ങനെ എന്തോ ഞാൻ അവിടെ വായിച്ചായിട്ട് ഓർക്കുന്നു. എന്നാലും ഇത് ഒരു നിർബന്ധമായിട്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണിത്. 700 വർഷത്തെ പഴക്കണ്ടെന്നാണ് പറയുന്നത്. അവിടെയുള്ളൊരു ഒരു വിധവ ഒരിക്കൽ കാശിയിൽ പോയി. കാശിയിൽ പാതി കൽപ്പാത്തി എന്നാണ് പറയുന്നത്. കാശിയിൽ പാതി കൽപ്പാത്തി. അപ്പം അവിടെ പോയപ്പോൾ ഒരു ശിവലിംഗം കിട്ടിയതാണ്. ഈ ശിവലിംഗം അവർ വളരെ ബഹുമാനത്തോടെ കൊണ്ടുവന്നിട്ട് നിലയുടെ തീരത്ത്, നിലാനദിയുടെ അടുത്താണ്, നിലയുടെ തീരത്ത് വെച്ചു. എന്നിട്ട് അവിടെ കുറച്ച് സ്വർണ്ണ നാണയങ്ങളും ആ പാലക്കാട് രാജാവിനെ ഏൽപ്പിച്ചു. പാലക്കാട് രാജാവ് ഉണ്ടാക്കിയതാണ് ഈ അമ്പലം എന്നാണ് ഐതിഹ്യം. പിന്നെ ശിവനും പാർവതിയും തന്നെയാണ് ഇവിടെയുള്ള ആൾക്കാർ. ശിവനും പാർവതിയും, ശിവനെയും പാർവതിയെയാണ് മക്കളെയും ഈ രഥത്തിലേറി എഴുന്നള്ളിക്കുന്ന ഒരു കാഴ്ചയാണ് രഥം. രഥം വലിച്ച് എല്ലാവരും രഥം തൊടാനും ആ കയറ് പിടിക്കാനും വലിക്കാനും ഒക്കെ ഉള്ളൊരു താല്പര്യം. പിന്നെ ഈ അഗ്രഹാരത്തിൽ കംപ്ലീറ്റ് ബ്രാഹ്മണരാണ്. അഗ്രഹാരം തന്നെ നമുക്ക് പിന്നെ അഗ്രഹാരം നമ്മൾ CV ശ്രീരാമൻ്റെ കഥകളിലും അല്ലെങ്കിൽ നമ്മുടെ അരവിന്ദർ സിനിമകളിലൊക്കെ കാണുന്നത് വളരെ അടുത്തടുത്ത വീടുകൾ, ഓരോ തെരുവാണ്. വളരെ ഭക്തിയോട് കൂടിയിട്ട് വളരെ വൃത്തിയായി സൂക്ഷിക്കുന്ന തെരുവ്. അത് തന്നെ ഒരു കാഴ്ചയാണ് പാലക്കാട് അഗ്രഹാരം. ഞാൻ വളരെ യാദൃശ്ചികമായിട്ടാണ് ഇവിടെ എത്തിപ്പെട്ടത് സുഹേലിൻ്റെ കൂടെ. വളരെ ഗംഭീരമായി ഈ ജനസഞ്ചയത്തിൽ അരിഞ്ഞു ചേർന്ന് രഥം ഉരുട്ടാനും രഥം നോക്കാനും രഥം തൊടാനും ഒക്കെ ഒരു ഭാഗ്യം കിട്ടുക വലിയ കാര്യമാണ്. നാളെ തിരക്കായിരിക്കും. ഇന്ന് നമുക്ക് എന്തോ ഭാഗ്യം കൊണ്ടാണ്. കാരണം ആ രഥത്തിൻ്റെ അടുത്ത് പോകാനും അതിൻ്റെ ആ ഒരു നീക്കുന്ന പ്രൊസീജിയേഴ്സ് കാണാനൊക്കെ ഇപ്പോൾ ഇന്ന് പറ്റി. നാളേക്കുള്ള ഒരു രഥവും ഞങ്ങൾ ആദ്യം ഫോട്ടോ എടുത്തിട്ടുണ്ട്. നാളേക്കുള്ള രഥം അവിടെ അത് നമ്മൾ ആദ്യം കണ്ടു ഇന്നലെ. പിന്നെ തേക്ക് കരിമരുന്നും ഒക്കെ ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് പ്രത്യേകം പിന്നെ സിദ്ധി ലഭിച്ച പ്രത്യേകം കഴിവുള്ള തച്ചന്മാർ വന്നിട്ട് വളരെ ഭക്തിയോട് കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ആൾക്കാർ കയറിയിരിക്കുകയോ ചെയ്യാം. അത് കംപ്ലീറ്റ് ദേവന്മാരെ വെക്കുന്ന കംപ്ലീറ്റ് തേക്ക് കൊണ്ടാണ്. പിന്നെ കരിമരുന്ന്, പിന്നെ മുള വളരെ മനോഹരമായിട്ട്, പിന്നെ ഇതിലെല്ലാ ഉൽപ്പന്നങ്ങളും അല്ലേ, പഴം, അതെല്ലാം കെട്ടിത്തൂക്കിയിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും ഇതിൽ കെട്ടി തൂക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ മനോഹരമായി എല്ലാവരും ഈ രഥത്തെ തൊഴുക, രഥത്തെ ഉന്തുക, പിന്നെ രഥം തൊടുക, ഇതൊക്കെ വലിയൊരു പുണ്യമായിട്ട് കരുതുന്ന ആൾക്കാരാണ് ഇവിടെ. അതിൻ്റെ മുമ്പിൽ തേങ്ങ വഴിപാട് കൊടുക്കുന്നതൊക്കെ കണ്ടു. വളരെ സാവധാനം മാത്രമേ തേര് ഉരുള്ളൂ. പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോകാനൊന്നും കഴിയില്ല. വളരെ ഇതായിട്ട് ക്ഷമ വേണം. മാത്രമല്ല
ഒരു നാടിന്റെ അല്ലേ? അതെ, ഈ ഒരു നാടിനെ ഈ കുഞ്ഞിരാമൻ നായരൊക്കെ മഹാകവി കുഞ്ഞിരാമൻ നായരൊക്കെ ഈ രഥോത്സവത്തെ കുറിച്ച് വളരെ എഴുതിയിട്ടുണ്ട്, ഈ പാലക്കാടൻ ഗ്രാമങ്ങളെ കുറിച്ച്. അത് കാണാൻ ഭാഗ്യം ലഭിക്കാന്ന് വലിയ സംഭവമാണ്. അതെ, ഏതായാലും ആദ്യമായിട്ടാണ് ഇവിടെ വന്നത്. പക്ഷെ വന്ന കാഴ്ച തന്നെ നമുക്ക് ഭയങ്കര രസമുള്ള കാഴ്ചയായിട്ട് കിട്ടി. ഏതായാലും നമ്മൾ വൈകുന്നേരം വരെ ഇവിടെ നിൽക്കാനാണ് തീരുമാനിച്ചത്. ഇതിൻ്റെയൊക്കെ നിർമ്മാണം തന്നെ ഭയങ്കര എന്തുമാതിരി ശില്പങ്ങൾ. അതെ, എന്തുമാതിരി ശില്പാണ്. ഇതിൻ്റെ അടിഭാഗം ഇങ്ങനെയല്ലേ? ഇവിടെ ഉണ്ടല്ലേ ഇതിൻ്റെ ചക്രമായിട്ട്. ചക്രം വേറെ ഉണ്ട്, ഈ 2 ചക്രം അടുക്കൊരു ചക്രം. പിന്നെ ഈ ചക്രം ഇത് വെക്കുന്നൊരു മുക്കി ഇത് കാണും, ഇത് നിൽക്കാൻ അത് വളരെ രസമാണ്. നേരത്തെ അവര് അടിച്ച് ഇതിങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ആപ്പ് മണിയുണ്ട്. ഇത് ഇന്ന് വലിക്കാനുള്ളതാണോ അല്ലെങ്കിൽ വലിച്ചു വെച്ചതാണോ? ഇത് വലിച്ചു വെച്ചതാണോ അതോ ഇന്ന് വലിക്കാനുള്ളതാണോ എന്നുള്ള വലിയ ഐഡിയ ഇല്ല. അതായത് ഇവിടെ 3 എണ്ണം ഉണ്ട്. 3ഉം ഭയങ്കര രസത്തിലിവിടെ പിന്നെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട്. ഇങ്ങനെ ഈ 3 രഥങ്ങളും ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മൾ വീണ്ടും ഈ കൽപ്പാത്തി തെരുവിലെ കാഴ്ചകൾ അങ്ങനെ കണ്ടുകൊണ്ട് നടക്കുകയാണ്. ഈ ഭാഗത്ത് അഗ്രഹാരങ്ങളുടെ ആ ഒരു ഫ്രണ്ടേജൊക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. മറ്റിടത്തൊക്കെ മുഴുവൻ കടകളായതുകൊണ്ട്, കച്ചവടക്കാരും കടകളും ആയതുകൊണ്ട് കാണാൻ പറ്റില്ല. അതെ, കൽച്ചട്ടി തെരുവ്. ചട്ടികൾ ഉണ്ടാക്കുന്ന ഒരു ഭാഗവും കൂടെ ഉണ്ട് തോന്നുന്നുണ്ട്. കാരണം ചട്ടികളും ഈ ഇതൊക്കെ കാണുന്നുണ്ട്. അതെ, പിന്നെ അതുതന്നെ ഈ അമ്പലത്തിൽ ഈ വെളിച്ചെണ്ണ താക്കുന്ന മണ്ണുകൊണ്ടുണ്ടാക്കിയ ചെറിയ ചെറിയ ചിരാതുകളില്ലേ, അതും ഇവിടെ നന്നായി കാണുന്നില്ല. അപ്പോൾ അതിലായിരിക്കും അങ്ങനെ പേര് വന്നത്. പോയിക്കാണ് നമുക്ക് അറിയുന്നതല്ലത്. ഇത്ര അടുത്തടുത്ത് വീടുകൾ എങ്ങനെയാണ് ഇവർ കഴിയുന്നതെന്നുള്ളൊരു നമുക്ക് അഗ്രഹാരം നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. അതെ, അത് നമുക്കൊരു അവരെ ഇപ്പോഴത്തെ അവസ്ഥയിൽ വെള്ളം, ശുദ്ധവെള്ളം, അഴുക്ക്, ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ്. പക്ഷേ സ്ട്രീറ്റ് വൃത്തിയുണ്ട് അല്ലേ? അതെ, അടിപൊളി. ആ വൃത്തിൻ്റെ കാര്യത്തിൽ സമ്മതിക്കുന്നതാണ്. എല്ലാ വീടിനുള്ളിലും കളങ്ങളുണ്ട്. നമ്മൾ രാവിലെ കുറച്ചുകൂടെ നേരത്തെ എത്തിയിരുന്നെങ്കിൽ കളങ്ങൾ വരയ്ക്കുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അത് നമ്മളെ നാട്ടിൽ നിന്ന് ഒരു 3 മണിക്കെങ്കിലും പുറപ്പെടണം ഇവിടെ രാവിലെ. ഇതിപ്പോൾ 5 മണിക്ക് 5 മണിക്ക് ഇറങ്ങിയിട്ടുണ്ട് കോഴിക്കോട്. ഇവിടെ കോൺക്രീറ്റ് സൗധങ്ങൾ വളരെ കുറവാണ്. ഏകദേശം 500ഓളം വീടുകൾ ഈ ഒരു കൽപ്പാത്തി പിന്നെ തെരുവിലായിട്ടുണ്ട് എന്നാണ് നേരത്തെ ഒരു പുള്ളിക്കാരനെ കണ്ടപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനൊരു തെരുവ് കേരളത്തിൽ വേറെ ഇല്ലല്ലോ കാതർക്ക? അറിയില്ല. അതെ, പാലക്കാട് തന്നെയാണ്. അങ്ങോട്ട് വേറെ ഉണ്ടല്ലേ തെരുവ്? ഒരു തെരുവുകളുടെ സമുച്ചയാണ്, കുറേ തെരുവുകൾ. അതെ, ഇത് പൈതൃക ഗ്രാമം. അപ്പോൾ അവിടെ അതൊന്നും ഇവിടെ ഉണ്ട്. പൈതൃക ഗ്രാമം കൽപ്പാത്തി ഹെറിറ്റേജ് വില്ലേജ്. കൽപ്പാത്തി ഹെറിറ്റേജ് വില്ലേജ്. ഈ കാണുന്നതാണ് കൽപ്പാത്തി പുഴ. ഇപ്പം വെള്ളമൊന്നുമില്ല. മൊത്തം മാലിന്യം തന്നെ അല്ലേ? നീളാനദിയുടെ പോഷക നദിയാണ് സംഭവം. ശരി, ഇവിടെ പിന്നെ വെള്ളം കുറവാണിപ്പോൾ. ഇവിടെ ഒരു ആനയുണ്ട്, നല്ല അടിപൊളി ഒരു ആന.
ഇന്നലെ ഇവിടെ രഥം വലിക്കാൻ ആനയുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ബസ്സിൽ നിന്ന്. അപ്പോൾ ഇതാണെന്ന് തോന്നുന്നു. അങ്ങനെ കൽപ്പാത്തി പുഴയുടെ തൊട്ട് മുന്നിൽ സംഭവം നല്ല വെയിലാണ്. ഒന്ന് കുളിക്കാനൊക്കെ തോന്നുന്നു. ഈ വെള്ളം ആലോചിക്കുമ്പോൾ കുളിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ സ്വാമിമാരൊക്കെ കുളിക്കുന്നുണ്ടല്ലോ. വെള്ളം ചീരണൊക്കെ കാണാം. ഞാൻ മറന്നു പോയടാ. ഞാൻ ചാർജ് കുത്തിയിട്ടില്ല. നീ ഇറങ്ങോ, വൈകിട്ടിറങ്ങോ? ഓക്കെ ഓക്കെ ഇറങ്ങണേ. മറ്റേ ആന കാണിക്കുന്ന കണ്ട് അവിടെ ഇപ്പോൾ ഉണ്ട്. രഥം വലിക്കാൻ വന്ന ആന വെള്ളം കുടിച്ച് തിരിച്ചു പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത്. വെള്ളം കുടിച്ച് നേരത്തെ കുടിച്ച വെള്ളം മൂത്രം ഒഴിക്കുകയും ചെയ്തു. ഇത്രയും ഇഷ്ടമായിട്ടുള്ളൊരു ആനനെ കെട്ടിയിട്ട സാധന, ഒരു കയറും ഒരു ചങ്ങലയും. എൻ്റെ അമ്മ. അങ്ങനെ കൽപ്പാത്തി പുഴയിൽ നിന്ന് നമ്മൾ ഇവിടെ രഥോത്സവത്തിൻ്റെ ഭാഗമായിട്ട് നല്ല സദ്യ, എന്താ പറയുക, സദ്യ കൂട്ടോ, അത് ഊട്ടുപുരയിലേക്ക് പോവുകയാണ്. അതെ, ഊട്ടുപുരയിലേക്ക് പോയി നോക്കുക. തീർന്നിട്ടുണ്ടെങ്കിൽ നേരത്തെ 4 മണി വരെ ഭക്ഷണം ഉണ്ടാവുന്ന പറഞ്ഞത്. അതെ, നമ്മൾ വെറുതെ ഒന്ന് പോയൊക്കെ ഇവിടെ വന്നപ്പോൾ അതും കഴിക്കാന്നുള്ള കിട്ടുവാണെങ്കിൽ അതും കഴിക്കാമല്ലോ. പിന്നെ ഇവിടുത്തെ ചായ ഗംഭീരായിരുന്നു നേരത്തെ. ഒരു ചായ അവരുടെ കൽപ്പാത്തി ടേസ്റ്റ് ഓഫ് കൽപ്പാത്തി, അവിടെ നിന്നുള്ള ചായ ഗംഭീര ചായ ആയിരുന്നു, നല്ല കട്ടിയുള്ള ചായ. ഇവിടെ രഥോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഭക്ഷണം കൊടുക്കുന്ന കൗണ്ടറിൻ്റെ കുറച്ചുണ്ട്.
കൽപ്പാത്തിയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു, ഇവിടുത്തെ അന്നദാനത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. ഭക്ഷണത്തിനെ പറ്റി 2 വാക്ക്. ബ്രാഹ്മണ സദ്യ. അതെ ശരിക്കും അതെ, കറക്റ്റ് ബ്രാഹ്മണ സദ്യ. എല്ലാം ഇത്രയും ആയിരക്കണക്കിന് ആൾക്കാരെ ഭക്ഷണം കഴിക്കുന്നത്. രാവിലെ നമ്മൾ വന്നപ്പോഴേ ഭക്ഷണത്തിൽ തിരക്കുണ്ട്. ഞങ്ങൾ ഉച്ചയ്ക്ക് 4 മണി വരെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. വലിയൊരു ഹോളാണ്, നല്ല പായസമാണ്, നല്ലൊരു പായസം, അടിപൊളി പായസം കേട്ടോ, ഒരു രക്ഷയില്ലാത്ത സാധനം. പിന്നെ അവരുടെ ഭക്ഷണമാണ്, അവരുടെ രീതിയാണ്. അപ്പോൾ നമ്മൾ അതും കൽപ്പാത്തിയിലെ ഒരു അനുഭവം മാറുകയാണ്. അതെ ഭക്ഷണവും അതെ, വ്യത്യസ്തമായൊരു ഭക്ഷണ അനുഭവം. അപ്പോൾ തേര് നമ്മളെ പിന്നിൽ അങ്ങനെ കിടക്കുന്നുണ്ട്. അത് ഇനി വൈകുന്നേരം 3 മണിക്കാണ് ഉരുള. അപ്പോൾ അതുവരെ നമ്മൾ നല്ല വെയിലാണ്. ഒന്ന് പുറത്തൊക്കെ ഇവിടെ മാറി വന്നിട്ട് ഉരുളണ സമയത്ത് വരാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പോയി നോക്കാം. സമയം 4:25. അങ്ങനെ കൽപ്പാത്തി രഥോത്സവം കാണാൻ വന്ന് നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് ഇവിടെ കൽപ്പാത്തി പുഴേൻ്റെ സൈഡിൽ ഇങ്ങനെ വന്ന് കിടക്കുകയാണ്. അവിടെ കൊട്ടും പാട്ടുമൊക്കെ കേൾക്കുന്നുണ്ട്. നല്ല പോയി നോക്കട്ടെ ഇനി എന്താണ് അവിടുത്തെ അവസ്ഥ. പേര് വലിക്കാൻ വന്ന ആന. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മിസ്സാവാതെ കാണേണ്ട ഒരു സംഭവമാണ്. ഇന്ന് വന്നത് എന്തായാലും നമുക്ക് എന്തായാലും മുതലാക്കി. കാരണം ഇന്ന് കാണുന്ന വിചാരിച്ചതല്ല. മറ്റൊരു തേരങ്ങനെ വരുന്നുണ്ട്. അത് ആനയൊന്നുമില്ലല്ലോ. ഇല്ല, അതിന് ആനയൊന്നുമില്ല, അത് ചെറിയതാണ്. നമ്മൾ രാവിലെ കണ്ടതല്ല ഇത്. രാവിലെ കണ്ടത് അപ്പുറത്ത് അവിടെ അങ്ങനെ തന്നെ ഉണ്ട്. ഇതിപ്പം നമ്മൾ അല്ലാതെ ഒരു 3 എണ്ണം കണ്ടിരുന്നല്ലോ, അതിൽപ്പെട്ട 2 എണ്ണമാണ്.
ഗ്യാപ്പ് കൂടെ കാണാം. എവിടെടാ? ആനടി ബാക്കിലോട്ട് പോവാം. ഒരു കുഞ്ഞി രഥം വരുന്നില്ല ഏറ്റവും ബാക്കിൽ. ഞങ്ങൾ അവിടെ നിൽക്കണ്ട ആ ജംഗ്ഷനിൽ. അങ്ങനെ കൽപ്പാത്തി രഥോത്സവം കഴിഞ്ഞിട്ടില്ല, നാളെയും കൂടെ ഉണ്ട്. ഇന്ന് 15-ാം തീയതിയല്ലേ, 16-ാം തീയതി കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ തൽക്കാലം ഇവിടുന്ന് ഇന്ന് തിരിക്കുകയാണ് ആഗ്രഹാരത്തുനിന്ന്. അതെ, അതായത് നമ്മൾ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇവിടെ. കാരണം ലൈഫിൽ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത രീതിയിലുള്ള കാഴ്ചകളാണ് ഇവിടെ കാണാൻ പറ്റിയത്. എടുക്കാം. അപ്പോൾ രഥോരുട്ടി ആനയും സഹായിച്ചുകൊണ്ട് വലിയ രഥോരുട്ടി പോകുന്നത് വലിയൊരു കാഴ്ചയാണ്. അതെ, ആന രഥോട്ടനൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അതൊക്കെ ഇങ്ങനെ ടി വിയിൽ ഇത്രയും ജനങ്ങൾ അതിനെ പുറകെ. അത് പറയാതിരിക്കാൻ വയ്യ. കാരണം ഇത് ഈ പാലക്കാടിൻ്റെ തന്നെ മുഴുവൻ നാടിൻ്റെ ഒരു ഉത്സവമാണ്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് പ്ലാൻ ചെയ്യാത്തൊരു യാത്ര എന്നാലും വളരെ വലിയ എക്സ്പീരിയൻസ് ആണ് ഉണ്ടായത്. അതെ, അപ്പോൾ കാണാൻ കഴിഞ്ഞ തന്നെ വലിയ. അതെ, ഖാദർമാഷി ചോദിച്ചതിൻ്റെ ഒറ്റ വാക്കിൻ്റെ പുറത്താണ് ഇറങ്ങി പുറപ്പെട്ടത്. അതുകൊണ്ട് ഖാദർമാഷിക്ക് ഒരു നന്ദി പറയട്ടെ. അപ്പോൾ ഏതായാലും നമുക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.